പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അനിയൻ കൊണ്ട് വീട്ടിലോട്ട് വരുന്ന ആദർശ് പറയുന്നുണ്ട്, ജാമ്യം കിട്ടാൻ ഇപ്പോൾ 10 കോടി, ഇനിയും കേസ് നടക്കൂലേ, അന്നേരം ഇനി എത്ര കോടി ചോദിക്കും എന്നറിയത്തില്ല എന്ന് പറയുവാണ്. അന്നേരം അനന്തമൂർത്തി പറയുന്നുണ്ട്, നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും ഇവൻ കേസും കൂട്ടുമായിട്ട് നടക്കുന്നില്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വേണുവിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറയുന്നുണ്ട്. ഈ സമയം പൈസ കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വേണുവും കുടുംബവും. വേണു പറയുന്നുണ്ട്, എത്ര വലിയ അനന്തമൂർത്തി ആയാലും ശരി, കൊച്ചുമകനെ ജയിലിൽ പോയി കാണാൻ ആഗ്രഹിക്കില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ പണം ഇവിടെ കൊണ്ട് തരും, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് 3 പേരും ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ എനിക്ക് ജാമ്യമൊക്കെ കിട്ടിയതുകൊണ്ടാവാം ഭയങ്കര ടെൻഷൻ CA സച്ചിന്. അയാൾ നേരെ കനികയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് പറയുവാണ്, നമുക്ക് കല്യാണത്തിലേക്ക് കടക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ വീട്ടുകാരോടും പറയാം, എത്രയും പെട്ടെന്ന് ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തി വെക്കണം എന്ന് പറയുവാണ് സച്ചിൻ കനകയോടും ഗോവിന്ദനോടും. അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ട് നന്ദു വരുന്നുണ്ട്. ഇതിനു മുമ്പ് സച്ചിൻ വീട്ടിൽ വന്നപ്പോഴൊന്നും നന്ദു അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഓഫീസിൽ എന്തെങ്കിലും എതിർത്ത് പറയണമെങ്കിൽ അത് പറ്റത്തുമില്ല, കാരണം സീനിയർ ഓഫീസറാണല്ലോ. ഇനിയിപ്പം ഇവിടെ നന്ദുവിൻ്റെ ഇഷ്ടക്കേട് തുറന്നു പറയുമോ എന്നറിയില്ല. നന്ദു ഏതായാലും ഇത്തിരി ദേഷ്യത്തോടെയാണ് കയറി വരുന്നത്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.